വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളുകളായി നമ്മൾ ഈ ലേൺ വിത്ത് വാണി എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ 2022 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മുടെ ഈ ചാനലിൻ്റെ തുടക്കത്തിലെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. ഫുള്ളിങ് പേപ്പറും കാർഡ്ബോർഡും ഒക്കെ വെച്ചാണ് അന്ന് നമ്മൾ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയത്. ഈ 2022 ഐശ്വര്യമായി തന്നെ നമുക്കൊരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്ന വീഡിയോയിലൂടെ തുടങ്ങാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രീം ക്യാച്ചറാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞാനൊരു ബ്ലൂ കളർ തീമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ലേൺ വിത്ത് വാണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധന സാമഗ്രികൾ വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ നൂലാണ്. ഞാനിവിടെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഫെദേഴ്സ് എടുത്തിട്ടുണ്ട്. അതും ബ്ലൂവിൻ്റെ ഒരു കളർ കോംബോയാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മുടെ മെയിൻ ഐറ്റമായ റിംഗ് ആണ്. ഇതുപോലത്തെ റിങ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ വളകൾ, കാർഡ്ബോർഡ് തുടങ്ങിയവയൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കാർഡ്ബോർഡ് വെച്ചാണ് ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇതുപോലത്തെ കുറച്ച് മുത്തുകളും സീക്വൻസും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗമ്മ്, സിസർ തുടങ്ങിയ കട്ട് ചെയ്യാനും ഒട്ടിക്കാനും ഒക്കെ ആവശ്യമായ അല്ലറ ചില്ലറ വസ്തുക്കളും. അപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച സ്ഥിതിക്ക് നമുക്ക് വേഗം തന്നെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാനുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റിങ്ങിൽ ഈ ലൈറ്റ് കളറിലുള്ള ത്രെഡ് ഫുള്ള് ചുറ്റി കവർ ചെയ്ത് എടുക്കുക എന്നതാണ്. ഈ ത്രെഡ് ചുറ്റി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഈ റിങ് തന്നെയായിട്ടും യൂസ് ചെയ്യാം. അതെല്ലാം നമ്മളുടെ സ്വന്തം ഇഷ്ടമാണ്. പക്ഷെ ഞാനിവിടെ ഈ ഡ്രീം ക്യാച്ചറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ഈ റിങ്ങിൽ ഈ ത്രെഡ് ഫുള്ള് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് കവർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രീം ക്യാച്ചർ എന്താണെന്ന് നോക്കാം. ഡ്രീം ക്യാച്ചർ എന്ന പേര് കേട്ടിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. ഡ്രീം ക്യാച്ചർ, ഡ്രീമിനെ ക്യാച്ച് ചെയ്യുക എന്നാണല്ലേ. പല വീടുകളിലും ഇപ്പോൾ ഒരു അലങ്കാര വസ്തുവായിട്ടാണ് ഡ്രീം ക്യാച്ചറിനെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങളിലും ചില ബസ്സുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡ്രീം ക്യാച്ചർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. അതിങ്ങനെ കാറ്റത്ത് അതിൻ്റെ ഫെദേഴ്സ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. പിന്നെ പള്ളി പെരുന്നാളുകളിൽ, ഉത്സവ പറമ്പുകളിൽ, അല്ലെങ്കിൽ ചില ബീച്ച് സൈഡ് കടകളിൽ, അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് വസ്തു വിൽക്കുന്ന കടകളിൽ എല്ലാം ഇപ്പോൾ ഒരു അലങ്കാര വസ്തുവിൻ്റെ കൂട്ടത്തിലായിട്ടാണ് ഡ്രീം ക്യാച്ചർ വിൽക്കുന്നത്. എന്നാൽ നമ്മൾ ഈ അലങ്കാര വസ്തുവായി കാണുന്ന ഡ്രീം ക്യാച്ചർ ഒരു നാടിന് തന്നെ സംസ്കാരമാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചുറ്റിക്കൊണ്ടിരുന്നത് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കാം. അതിനുശേഷം നമുക്ക് ഡ്രീം ക്യാച്ചറിൻ്റെ സ്റ്റോറിയിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചുറ്റിയതൊക്കെ വെറുതെ ആയിപ്പോവും. ഇനി നമ്മൾ ഈ റിങ്ങിൽ 8 ഈക്വൽ പാർട്സ് അടയാളപ്പെടുത്തുക. 8 ഈക്വൽ പാർട്സ് ഈസിയായി അടയാളപ്പെടുത്താൻ നമുക്ക് ഇതുപോലെ പേപ്പർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. പേപ്പറിനെ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയിട്ട് റിങ് അതിൻ്റെ മുകളിൽ വെച്ച് ആ മടക്കിയ പാടുള്ള ഭാഗങ്ങൾ റിങ്ങിൽ അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് 8 ഈക്വൽ പാർട്സ് ഈസി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഡാർക്ക് ബ്ലൂ ത്രെഡ് എടുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയ ഒരു പോയിന്റിൽ ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഈ ത്രെഡ് റിങ്ങിൻ്റെ പുറത്തൂടെ എടുത്ത് ഇതുപോലെ ഓരോ പോയിന്റിലും ഉണ്ടാക്കിയെടുക്കുക. ആ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ വെബും ലൂസ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി ആദ്യം ഉണ്ടാക്കിയ ഓരോ നൂലിൻ്റെയും സെൻറ്ററിലൂടെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഇത് നമുക്ക് ആവശ്യമുള്ളതത്രയും സെൻറ്റർ പാർട്ടിലേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ അത് ഫുള്ള് കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡ്രീം ക്യാച്ചറിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കാം. അമേരിക്കൻ ഗോത്ര സമൂഹമായ ഒലീബെ ചിപ്പേവയാണ് ഈ ഡ്രീം ക്യാച്ചർ എന്ന സംസ്കാരത്തിന് പിന്നിൽ. അമേരിക്കൻ ഗോത്ര സമൂഹം തൊട്ടിൽ കെട്ടി തൂക്കിയിട്ടിരുന്ന ഒരു വസ്തുവാണ് ഡ്രീം ക്യാച്ചർ. ഈ ഡ്രീം ക്യാച്ചറിന് പിന്നിലുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ദുസ്വപ്നങ്ങളെ തടഞ്ഞു വെച്ച് നല്ല സ്വപ്നങ്ങളെ കടത്തിവിട്ട് ഈ ഡ്രീം ക്യാച്ചർ നിലനിൽക്കുന്ന സ്ഥലത്ത് കിടന്നുറങ്ങുന്ന ആളുകൾക്ക് സുഖകരമായ ഉറക്കം നൽകുക എന്നതാണ്. നല്ല സ്വപ്നങ്ങൾ ആ സ്പൈഡർ വെബിലൂടെ കിടന്നുറങ്ങുന്ന ആളുകളിലേക്ക് വർണ്ണ തൂവലുകൾ വഴി എത്തുകയും ദുസ്വപ്നങ്ങളെ ആ സ്പൈഡർ വെബ് തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഈ ദുസ്വപ്നങ്ങൾ പിറ്റേന്നത്തെ ആദ്യത്തെ സൂര്യരശ്മി പതിച്ച് നശിച്ചു പോകുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ഇപ്പോഴും പല അമേരിക്കൻ ഗോത്ര സമൂഹത്തിലും ഈ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ത്യക്കാർ ഒരു അലങ്കാര വസ്തുവായിട്ട് മാത്രമാണ് ഡ്രീം ക്യാച്ചറിനെ കണക്കാക്കുന്നത്. പല നിറത്തിലും പല വലുപ്പത്തിനുമെല്ലാം ഡ്രീം ക്യാച്ചർ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. എങ്കിൽ നമുക്കിനി ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കുന്ന ബാക്കി കൂടി നോക്കിയാലോ? അപ്പോൾ നമുക്ക് ആവശ്യമായത് അത്രയും വെബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടുവിലായി നല്ലപോലെ ഗം തേച്ച് സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ബീഡ്സും സീക്വൻസും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ബീഡ്സും സീക്വൻസും ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഫെദേഴ്സ് തൂക്കാനായി ഇതുപോലെ നൂല് കെട്ടി അതിൽ ബീഡ്സ് കോർത്ത് ഫെദേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. പല നിറത്തിലുള്ള തൂവലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ തൂവലുകൾ സെപ്പറേറ്റുമായും വാങ്ങാൻ കിട്ടും. ഇനി ഇത് തൂക്കിയിടാനായി നമുക്ക് ഇതുപോലെ ഒരു നൂല് കെട്ടിക്കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ചുകൂടെ മനോഹരമാക്കാനായി ആ റിങ്സിൽ വരുന്ന നോട്ടിൽ ഹാഫ് കട്ട് പേളും ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിമ്പിൾ ഡ്രീം ക്യാച്ചർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ 2022 എൻ്റെയും നിങ്ങളുടെ എല്ലാ ഡ്രീമും സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്ക് ബൈ.